ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം വിശദമായിട്ട് പഠിച്ച് വരികയാണ് നമ്മൾ. 6 ദശകങ്ങൾ നമ്മൾ പൂർത്തിയാക്കി. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു ഭഗവാന്റെ വിരാട് രൂപത്തെ ഭട്ടതിരിപ്പാട് വളരെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വിവരിച്ചു. അങ്ങനെയുള്ള ആ വിരാട് രൂപത്തിൻ്റെ അന്തരാത്മാവായിട്ട് വിളങ്ങുന്നവനെ എൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റിത്തരയണമേ എന്നുള്ള പ്രാർത്ഥനയിൽ 6-ാം ദശകം സമാപിക്കുകയാണ്. ഇനി 7-ാമത്തെ ദശകത്തിൽ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ആ ഭാവത്തിലേക്ക് വളർന്നു എന്നേ ഉള്ളൂ. ഇനി അവിടെ ബാക്കിയുള്ള സൃഷ്ടി പ്രക്രിയയ്ക്ക് എങ്ങനെ നടന്നു എന്നുള്ളത് പറയാനിരിക്കുന്നേ ഉള്ളൂ. നമുക്കറിയാം, സൃഷ്ടിയുടെ ദേവനായിട്ടുള്ള ബ്രഹ്മദേവൻ, ആ ബ്രഹ്മദേവൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ജനിക്കുന്നത് എന്നും ആ ബ്രഹ്മദേവൻ എങ്ങനെയാണ് സൃഷ്ടിക്ക് ഉള്ള താത്പര്യം ജനിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മുടെ 7-ാം ദശകത്തിൽ പറയുന്നത്. പ്രപഞ്ചോത്പത്തിയെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇത് നോക്കിക്കഴിഞ്ഞാൽ വളരെ അത്ഭുതം ജനിപ്പിക്കുന്നതാണ് അടുത്ത കുറച്ച് ദശകങ്ങൾ. വളരെ മനോഹരമായിട്ട് പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളും ഉണ്ടായി വന്നത് എങ്ങനെയാണ് എന്നുള്ളത് വളരെ ആഴത്തിൽ നാരായണീയത്തിലൂടെ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഭാഗവതത്തിലൊക്കെ വിവരിച്ച കാര്യം തന്നെയാണ്. അത്ഭുതം തോന്നും. ഇത്രയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ പൂർവികരായ ഋഷീശ്വരന്മാർ എങ്ങനെയാണ് ഇത്രയൊക്കെ ചിന്തിച്ച്, വെറുതെ അങ്ങ് പറയല്ല, സാധാരണക്കാർക്ക് പോലും സങ്കല്പിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഭാവാത്മകമായിട്ട് മൂർത്തികളിലൂടെയൊക്കെ നമുക്ക് വിവരിച്ചു തരികയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പാകത്തിലാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് 7-ാം ദശകത്തിലേക്ക് കടക്കാം. ബ്രഹ്മദേവൻ്റെ ജനനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. എന്തായാലും ആദ്യത്തെ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം, കേട്ടു നോക്കൂ. എന്നിട്ട് നമുക്കതിൻ്റെ വിശദമായിട്ടുള്ള വിശദീകരണത്തിലേക്ക് പോവാം. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യജീവാത്മകം യോ ഭൂത് സ്ഫീതരജോ വികാരവികസന്നാനാസൃക്ഷാരസഃ. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപ ജാതഃ പുനഃ തസ്യ ഊർധ്വം ഖലു സത്യലോകനിലയേ ജാതഃ അസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭം അഖിലത്രൈലോക്യജീവാത്മകം യഹ അഭൂത് സ്ഫീതരജോ വികാരവികസൻ നാനാ സിസൃക്ഷാരസഃ. നല്ല രസമാണ് ആ ശ്ലോകം. ഇങ്ങനെ ആ വിരാട് രൂപം ഉണ്ടായതിനെ കുറിച്ച് വർണ്ണിച്ച് വിവരിച്ച് അതിനുശേഷം പറയാണ് ദേവ എന്ന് വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. ദേവൻ എന്നുള്ള വാക്കിന് നമ്മൾ കുറച്ച് അർത്ഥങ്ങളൊക്കെ നമുക്കറിയുന്നത്. ദേവൻ അത്രയും നമുക്ക് അറിയുള്ളൂ. പക്ഷെ ദേവൻ എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥങ്ങളാണ് ആചാര്യന്മാർ പറയുന്നത്. ഈ ക്രീഡാ രസികനായിരിക്കുന്നവനെയാണ് ദേവൻ എന്ന് വിളിക്കുന്നത്. സൃഷ്ടിപ്രക്രിയയിൽ
തത്പരനായിരിക്കുന്ന ഭഗവാന്റെ ലീലകളെ അതിൽ താല്പര്യമുള്ളവനായിട്ട് ഭഗവാനെ കാണുമ്പോഴാണ് ദേവൻ എന്ന് വിളിക്കുന്നത് എന്നാണ് പറയുന്നത്. ദിവ് എന്നുള്ള ധാതുവിന്റെ അർത്ഥം അതാണത്ര. ഇതൊക്കെ ഒരു ഭഗവാന്റെ വിളയാട്ടമാണ് എന്ന് പറയുന്നില്ലേ, ആ വിളയാട്ടത്തെയാണ് ഇവിടെ ഈ ദേവൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാണ് ആചാര്യൻ. നോക്കൂ, ദേവ പ്രകാശമാനമായിട്ട് ഇരിക്കുന്നവനെ എന്ന് പറയാം, ജ്ഞാനരൂപനായിട്ട് ഉള്ളവനെ എന്ന് പറയാം, സൃഷ്ടിപ്രക്രിയയിൽ തത്പരനായിട്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആഘോഷമാക്കി മാറ്റാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ഭഗവാന്റെ ഭാവത്തെയാണ് ദേവ എന്ന് വിളിച്ചിട്ട് ഭട്ടതിരിപ്പാട് ഉദ്ദേശിക്കുന്നത്. ഓരോ അഭിസംബോധനയിലും അർത്ഥമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നു, ഓരോ ശ്ലോകത്തിൽ ഭഗവാനെ അഭിസംബോധന ചെയ്യുമ്പോഴും ആഴത്തിലുള്ള അർത്ഥം അതിലൂടെ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ദേവ എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഏവം ചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ. ഇങ്ങനെ ഈ 14 ലോകങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ആ വിരാട് പുരുഷ ഭാവത്തിൽ മാറിയതിനു ശേഷം, പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം, ജാതഃ പുനഃ പുനഃ അതിനുശേഷം എന്താണ് പറയുന്നത്? തസ്യ ഊർധ്വം ഖലു സത്യലോകനിലയേ. ഭഗവാൻ തന്നെ എന്താണ് ചെയ്തിരിക്കുന്നത്? തസ്യ ഊർധ്വം, ഊർധ്വം എന്ന് വെച്ചാൽ മുകൾ ഭാഗത്ത്, അതായത് തലഭാഗത്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സത്യലോകം. ഭഗവാന്റെ തല സത്യലോകമായി തീർന്നു എന്ന് പറയാണ് അല്ലേ, അവിടെയാണ് സത്യലോക നിലയെ. ആ സത്യലോക നിലയത്തിൽ ഊർധ്വം ഖലു, അവിടെ തന്നെ ജാതഃ അസി ധാതാ സ്വയം. ഭഗവാൻ തന്നെ അവിടെ ആരായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്? ധാതാവായിട്ടാണ് സ്വയം പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യക്ഷപ്പെടുന്നത് വെച്ചാൽ അവിടെ രൂപപ്പെട്ട് വരികയാണ് ഭഗവാൻ, അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങോട്ട് സൃഷ്ടിച്ചങ്ങോട്ട് വിടുകയല്ല. നോക്കൂ, ആ ഭഗവത് രൂപം തന്നെ ആ സത്യലോകത്തില് ധാതാവായിട്ട് വിരിയാണ്. വിരാട് പുരുഷന്റെ തലഭാഗമാകുന്ന സത്യലോകത്തില് ബ്രഹ്മദേവനായിട്ട്, സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മദേവനായിട്ട്, ധാതാവായിട്ട് ഭഗവാൻ തന്നെ അവിടെ വിരിഞ്ഞു വന്നു. അപ്പോഴേക്കും അതൊരു മനസ്സൊക്കെയുള്ള ഒരു ഭാവമായിട്ട് ആ ബ്രഹ്മദേവൻ മാറുകയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? ആ ബ്രഹ്മദേവൻ എങ്ങനെയൊക്കെയാണ് യം ശംസന്തി, എങ്ങനെയൊക്കെയാണ് ആ ബ്രഹ്മദേവനെ കുറിച്ച് പ്രകീർത്തിക്കുന്നത്, പ്രശംസിക്കുന്നത്? ഹിരണ്യഗർഭം അഖില ത്രൈലോക്യ ജീവാത്മകം. എല്ലാ ചരാചരങ്ങളുടെയും ഹിരണ്യഗർഭനായിട്ട് ആരാണോ വർത്തിക്കുന്നത്, അങ്ങനെയുള്ള ആളാണ് ഈ ബ്രഹ്മദേവൻ, ധാതാവ് എന്ന് പറയുന്നത്. ആ ധാതാവായിട്ടാണ് ഭഗവാൻ അവിടെ വിരിഞ്ഞു വന്നിരിക്കുന്നത്. എന്നിട്ടോ യഹ അഭൂത് സ്ഫീത രജോ വികാര വികസൻ നാനാ സിസൃക്ഷാരസഃ. സിസൃക്ഷ എന്ന് വെച്ചാൽ സൃഷ്ടി എന്നാണ് അർത്ഥം. യഹ അഭൂത്, ആരാണോ മാറിത്തീർന്നത്, ഇങ്ങനെ സ്ഫീത രജോവികാര വികസൻ, ആ വ്യാപിച്ചിരിക്കുന്ന എന്നാണ് അർത്ഥം. രജോവികാരം, ഭഗവാന്റെ ആ രജോ ഗുണം വ്യാപിച്ചിരിക്കുകയാണ് അവിടെ. വികസൻ, അത് വികസിക്കുന്നതിനനുസരിച്ചിട്ട് ശുശ്രൂഷാരസനായിട്ട് മാറുകയാണ്. അങ്ങനെയുള്ള ആളാണ് ആര്? നമ്മുടെ ധാതാവ് ബ്രഹ്മദേവൻ. അപ്പൊ ഭഗവാൻ വിരാട് പുരുഷനായിട്ട് മാറി. കഴിഞ്ഞ അധ്യായം വരെ അതാണ് പറഞ്ഞത്. എന്നിട്ട് ഇതെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഭഗവാൻ ആ ബ്രഹ്മദേവനായിട്ട് ആ വിരാട് പുരുഷന്റെ തലഭാഗത്തുള്ള സത്യലോകത്ത് സ്വയം പ്രത്യക്ഷനായി. എന്നിട്ട് അവിടെയുള്ള ആ ബ്രഹ്മദേവൻ എന്താണ് പറയുന്നത്? ആ ബ്രഹ്മദേവനെയാണ് നമ്മൾ ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്നത്. സർവത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യ സ്വരൂപനായിട്ട്, സൃഷ്ടിക്കൊക്കെ താല്പര്യം ഉണ്ടാക്കുന്നവനായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് ഹിരണ്യഗർഭനാണ്. ഹിരണ്യം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന, തിളങ്ങി നിൽക്കുന്ന എന്നൊക്കെ അർത്ഥത്തിലാണ്. സ്വർണത്തിനൊക്കെയാണ് ഹിരണ്യം എന്ന് പറയുക. അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്, നമുക്ക് കാണുന്നതിൻ്റെയൊക്കെ ഉള്ളിൽ ഹിരണ്യഗർഭനായിട്ട് നിലനിൽക്കുന്നത് ഈ ബ്രഹ്മദേവനാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് എങ്ങനെയായി മാറി? സ്ഫീത രജോവികാര വികസൻ. ആ രജോവികാരമാണ് ഭഗവാനിൽ ആധിക്യം ഉണ്ടാവുന്നത് അവിടെ. അങ്ങനെയുള്ള ആ ഭാവത്തിൽ വന്നപ്പോൾ നാനാ ശുശ്രൂഷാരസഃ, സർവ ജീവജാലങ്ങളെയും, നാനാതരത്തിലുള്ള ജീവജാലങ്ങളെയും, അതായത് ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ബ്രഹ്മദേവനാണ് അല്ലേ. ആ സൃഷ്ടിക്കുള്ള രസം ഭഗവാനിൽ ജനിക്കുകയാണ് രജോ ഗുണം കൂടുന്ന സമയത്ത്. ദേവ എന്ന് വിളിച്ചിരിക്കുന്ന കാര്യമുണ്ടല്ലോ,
അവിടെ പറയാണ് ഭഗവാനെ 3-4 തരത്തിൽ നമുക്ക് കാണാൻ പറ്റും ആ ദേവൻ എന്നുള്ള വിളിയിൽ എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഭഗവാന്റെ ഭാവങ്ങൾ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഭഗവാൻ നിർഗുണ ബ്രഹ്മമായിട്ട് നിറഞ്ഞു നിൽക്കുന്നു. രണ്ടാമത് സത്വ ഗുണം മാത്രമുള്ള വിഷ്ണു ഭഗവാനായിട്ട് നിലനിൽക്കുന്നു. പിന്നെന്താണ്? സത്വ രജ തമോ ഗുണങ്ങൾ കൂടി ചേർന്നിരിക്കുന്ന വിരാട് പുരുഷനായിട്ട് ഭഗവാൻ മാറിയിരിക്കുന്നു. ഇപ്പോൾ ആരായിട്ടാണ് മാറിയിരിക്കുന്നത്? സത്വഗുണ രജോ ഗുണങ്ങളും കൂടി ചേർന്ന്, സത്വഗുണവും രജോ ഗുണവും ചേർന്നിരിക്കുന്ന രജോ ഗുണ പ്രധാനനായിട്ടുള്ള ബ്രഹ്മദേവനായിട്ട് മാറിയിരിക്കുന്നു. ഇതൊക്കെ ഈ ലീലകളൊക്കെ ആടുന്നത് ഭഗവാൻ തന്നെ എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം എല്ലാ വിളയാടലുകളും നടത്തുന്ന ഈ ക്രീഡകളിലൊക്കെ രസിച്ചിരിക്കുന്നവനാണ് ദേവൻ. അതുകൊണ്ടാണ് ദേവൻ എന്ന് വിളിച്ചിട്ട് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ രീതിയിലാണ് ഭഗവാൻ മാറിയിരിക്കുന്നത്. ഇത് ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഇതുവരെ എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല. അപ്പൊ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ വേറെ ദേവതകളാണെന്നൊക്കെ തോന്നും. പക്ഷെ എല്ലാം ഒരേ ഈശ്വരനിൽ നിന്ന്, ഒരേ ഭഗവാനിൽ നിന്ന് മാറി വികസിച്ചു വന്നിരിക്കുന്നതാണ്. അപ്പൊ രജോ ഗുണം കൂടുന്ന സമയത്ത് സൃഷ്ടിക്കുള്ള താല്പര്യം കൂടും, കർമ്മനിരതനാവാനുള്ള താല്പര്യം വർദ്ധിക്കും. അങ്ങനെയാണ് ബ്രഹ്മദേവനിൽ രജോ ഗുണം വികസിക്കാൻ തുടങ്ങി. ആ രജോ ഗുണം ഇങ്ങനെ കൂടി വന്ന സമയത്ത്, രജോ ഗുണം വർദ്ധിച്ചു വന്ന സമയത്ത് സൃഷ്ടിക്കാനുള്ള, കർമ്മനിരതനാവാനുള്ള താല്പര്യം അവിടെ ജനിക്കുകയാണ്. അങ്ങനെയാണ് കർമ്മത്തിനുള്ള താല്പര്യം സകലദിനം ഉണ്ടായിരിക്കുന്നത്. ആ ബ്രഹ്മാവാണ് നമ്മുടെ ഉള്ളിലൂടെ ഒക്കെ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടും സൃഷ്ടിക്ക് വേണ്ടിയിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഹിരണ്യഗർഭനായിട്ട് നിൽക്കുന്ന ബ്രഹ്മദേവൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ തന്നെയാണ് ബ്രഹ്മദേവനായിട്ട് സത്യലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയുന്നു. അപ്പൊ ഇനി ഓരോ ലോകവും എവിടെയാണെന്നൊന്നും അന്വേഷിച്ച് ബ്രഹ്മദേവൻ ഇരിക്കുന്ന ഇടവും നോക്കിയിട്ട് പോണ്ട. എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? എല്ലാത്തിലും ഹിരണ്യഗർഭനായിട്ടിരിക്കുന്നതാരാണോ ആ ബ്രഹ്മദേവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യലോകം എന്ന് പറയുന്നത് ഇനി വേറെ എവിടെയോ മാറിയിരിക്കുന്ന ലോകമൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ലോകമാണ് സത്യലോകം എന്ന് പറയുന്നത്. അതെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ലോകം തന്നെയാണ്. നമ്മൾ പറയുന്ന സമയത്ത് അങ്ങനെ വിശദീകരിക്കുന്നു. ആലോചിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു, ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആ ശ്ലോകം ഒന്നും കൂടെ ചൊല്ലിത്തരാം, നിങ്ങളൊന്ന് ഏറ്റു ചൊല്ലി നോക്കൂ. ചൊല്ലുന്ന സമയത്ത് വിഷ്ണു ഭഗവാൻ ബ്രഹ്മദേവനായിട്ട് അങ്ങോട്ട് വിരിഞ്ഞു വരുന്ന സംഭവമൊക്കെ ഒന്ന് ആലോചിക്കൂ. ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ. പത്മസംഭവനാണ്. എങ്ങനെയാണ് ആ പത്മം ഉണ്ടായത്, ബ്രഹ്മാവിൻ്റെ അന്വേഷണം ഒക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. ഏറ്റു ചൊല്ലിയിട്ട് ഒന്ന് ശ്രദ്ധയോടുകൂടി അത് ചൊല്ലാം. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ പുനസ്തസ്യൂർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യജീവാത്മകം യോ ഭൂത്സ്ഫീതരജോ വികാര വികസന്നാനാസി സൃക്ഷാരസഃ. മനോഹരമായ ശ്ലോകമാണല്ലേ. ബ്രഹ്മദേവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. സകല പ്രപഞ്ചത്തിലെയും എല്ലാത്തിൻ്റെയും ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്ന ജീവാത്മാവായിട്ടിരിക്കുന്നവനാണ് ബ്രഹ്മദേവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്നത് ബ്രഹ്മദേവനെ. എല്ലാത്തിൻ്റെയും ജീവാത്മാവായിട്ട് നിൽക്കുന്നത് ബ്രഹ്മദേവനാണ്. അപ്പോൾ നമ്മൾ ആധ്യാത്മിക സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അറിയാം, എപ്പോഴും പറയുന്നതാണ് ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും ജീവാത്മാവായിട്ട് വിലസുന്നത് ആരാണ്? ബ്രഹ്മദേവനാണ്, ധാതാവാണ്. ധാതാവ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. എല്ലാത്തിനെയും
നിയന്ത്രിക്കുന്നവൻ, സൃഷ്ടിക്കുന്നവൻ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുക. എല്ലാത്തിൻ്റെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നവൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ശ്ലോകം ചൊല്ലുന്ന സമയത്ത് എന്തിനാണ് നാരായണീയം ഇങ്ങനെ വിശദമായിട്ട് മനസ്സിലാക്കുന്നത് എന്ന് കേൾക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത് വെറുതെ ഭക്തിക്ക് വേണ്ടിയിട്ട് ചൊല്ലാനുള്ള ശ്ലോകം മാത്രമല്ല, ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് എന്താണ് ഈ പ്രപഞ്ചോത്പത്തിയെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ആചാര്യൻ നമുക്ക് ഈ സർവപ്രപഞ്ചത്തിനെയും കുറിച്ച് വിവരിച്ച് തരികയാണ്. അങ്ങനെയാണത് നമ്മൾ പഠിച്ചു പോകേണ്ടത്. അപ്പോഴാണ് നമുക്കതിൻ്റെ ആനന്ദം ശരിക്കും അനുഭവിക്കാൻ വേണ്ടി സാധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇത്തരം ശ്ലോകങ്ങളുടെ ആവശ്യമില്ലല്ലോ. നമ്മൾ സന്ധ്യാനാമം രാമരാമ എന്ന് ചൊല്ലുന്നത് പോലെ ചൊല്ലിയാലും നമ്മുടെ ഉള്ളിൽ ഭക്തി നിറയും. പക്ഷേ അതിൽ ഒരുപാട് ആഴത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്കത് മനസ്സിൻ്റെ വികാസത്തിനും അതുവഴി ലോകത്ത് നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്നൊക്കെ മോചനം ഉണ്ടാവുന്നതിനൊക്കെ നമുക്ക് സഹായിക്കും. ആ ജ്ഞാനമാണ് പരമമായിട്ട് നമ്മൾ നേടേണ്ടത്. അതിനുള്ള പടിയാണ് ഓരോന്നായിട്ട് നമുക്ക് ഭട്ടതിരിപ്പാട് വിവരിച്ച് തരുന്നത്. എല്ലാവരും ആസ്വദിച്ച് പഠിക്കും എന്ന് വിചാരിക്കുന്നു. നമസ്തേ. ഇനി അടുത്ത ശ്ലോകമായിട്ട് ഇനിയൊരു ദിവസം കാണാം. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ.